നേരത്തെ ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മനെ ടെലിഫോണിൽ കൊണ്ടുവന്ന് നന്നായി നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ. കാരണം അദ്ദേഹവും ഈ ജാഥ ബഹിഷ്കരിച്ചിരിക്കുന്നു എന്ന സത്യം ലോകം അറിഞ്ഞു. കാരണം എന്തുകൊണ്ടാണ് 2 കിലോമീറ്റർ നടന്നിട്ട് ഞാൻ ഏറ്റുമാനൂർ ഒരു പരിപാടിക്ക് ആണെന്ന് പറഞ്ഞു. ഏറ്റുമാനൂരത്തെ ഈ ചെറിയ പരിപാടി, ഞാനിപ്പോൾ ഏറ്റുമാനായിരിക്കുന്നത്, ഏറ്റുമാനൂരത്തെ ചെറിയ പരിപാടിയാണോ തൻ്റെ പാർട്ടി സംസ്ഥാന അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു 4 ജാഥകളുടെ സംഗമത്തിൽ ഏറ്റവും നിർണായകമായ ജാഥ സംഗമത്തിൽ പങ്കെടുക്കുന്നതാണ് ഏറ്റവും വലുത്? ചാണ്ടി ഉമ്മ വിശദീകരിക്കണം. ഒറ്റ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓർത്തഡോക്സ് സഭ ഇന്ന് കോട്ടയത്ത് നടത്തിയ പത്രസമ്മേളനം അതിനെ താൻ തള്ളിക്കളയുന്നു എന്ന് പറയാനുള്ള ചങ്കൂറ്റം ചാണ്ടി ഉമ്മനുണ്ടോ? അതിനോട് ചാണ്ടി ഉമ്മൻ മറുപടി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് ചാണ്ടി ഉമ്മൻ പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച പോലെയുള്ള സംഭവങ്ങളെ മറച്ചു പിടിക്കാൻ വേണ്ടി കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങളെ ഇടതുപക്ഷം ഇപ്പോൾ കാര്യമായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയാണെന്നുള്ളത്. അതിന് മറുപടി പറയില്ല റജി ലൂക്കോസ്. അല്ല, അത് ഞങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെയുള്ള ഇവിടെ എത്ര ചാനലുണ്ട്? ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ, ഞാനിപ്പോൾ പൊടിവാർ സാറും ഇന്ന് 2ാമത്തെ ചാനലാണ്. ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ഇതാ ചർച്ച ചെയ്യുന്നത്. കാരണം കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയാണ് ആ പാർട്ടി നേരിടുന്നത്. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മാധ്യമങ്ങളും ഇത് ചർച്ച ചെയ്യും. ആ ചർച്ച ഒഴിവാക്കേണ്ടത് ആ പാർട്ടിയല്ലേ, ഞങ്ങളാണോ? ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യും. നമ്മളൊക്കെ എത്ര പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്, ഞങ്ങൾ മറുപടി പറയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.